എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഹഴൻ ദിവയെ വേദനിപ്പിക്കരുത്. പക്ഷേ എല്ലാം തെറ്റായിരുന്നു. സോറി മിലി, അവൻ്റെ ബിഹേവിയർ കണ്ടപ്പോൾ ഞങ്ങളും ചേഞ്ച് ചെയ്യുന്ന കരുത്. പക്ഷേ എല്ലാം ഒരു ആക്ഷൻസ് മാത്രമായിരുന്നു. വി ആർ റിയലി സോറി. വേണ്ട സാറന്മാരെ, ഒരു സോറി ഉണ്ടെന്ന് തീർക്കാൻ പറ്റുന്നതല്ല ഇത്. ഇനി ദിവയും കുഞ്ഞ് ആർക്കൊരു ശല്യമാവില്ല. എടോ, എന്താവശ്യത്തിനും വിളിച്ചു പറയണേ, ഞങ്ങളുണ്ടോ നിങ്ങളുടെ കൂടെ. ഇവയും കുഞ്ഞ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വേണ്ട സാറന്മാരെ, ഇനി ആരുടെ ആൾക്കാരും അവർക്ക് വേണ്ട, ഞാനുണ്ടവർക്ക്. പിന്നെ ഡിവോഴ്സ് അത് എത്രയും പെട്ടെന്ന് തന്നെ തന്നിരിക്കും. അത് അങ്ങനെ മുഖത്തെങ്ങും വലിച്ചെറിഞ്ഞ് കൊടുത്തേക്കണം. എടോ, ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നോർമക്കൊരു അച്ഛൻ്റെ ആവശ്യമില്ലേ? അവൾ വളർന്നു വരുമല്ലേ. അതിൻ്റെ ഒരാവശ്യമില്ല സാറേ. അവൾ വയറ്റ് കുരുത്തുന്ന മുതലേ ജനിക്കുന്നവരെ ഒരച്ഛനും അവിടെ കൂടെ ഇല്ലായിരുന്നു. ഇനി മുമ്പോട്ടും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അകത്തേക്ക് പോവുക. കണ്ടോ, അവള് തകർന്നു പോയേക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു അവളെ ഇങ്ങനെ വേദനിപ്പിച്ചത്? ദൈവം അയാളോട് പൊറുക്കില്ല. അയാളോട് പറഞ്ഞേക്ക്. എടോ, താൻ ഇവിടെ എടുത്ത് വെച്ചേക്ക്, ഞങ്ങൾ ഇറങ്ങുക. ആയി വാ, നമുക്ക് പോകാം. ഇവ കരയാതെ, ഞാനല്ലേ നിന്റെ കൂടെ. പോകുന്നവർക്ക് പോട്ടെ. അയാൾ ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു ഈ സാറിനെ. സാറുമായിട്ടാണ് കുടുംബ ജീവിതം. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചു പോയി മിലി. എനിക്ക് പറ്റുന്നില്ല സാറിനെ മറക്കാൻ. സാറ് പറയുക ഞങ്ങൾ സാറിന് ശല്യമാണെന്ന്. ആണോ മിലി? ഞങ്ങൾ സാറിന് ശല്യമായിരുന്നു. അവനാരാ? അവിടെ പോകാൻ പറ. നീ ഇങ്ങനെ കരയല്ലേ? നോക്ക്, നോർമ്മക്ക് നീ മാത്രമേ ഉള്ളൂ. അവൾക്ക് വേണ്ടി ഇങ്ങനെ നീ സ്ട്രോങ് ആയി പറ്റിയവാ. മിലി, എനിക്ക് നീ കുറച്ച് ഒരൊറ്റയ്ക്ക് ഇരിക്കണം. ശരി, എന്നാ ഞാൻ പുറത്തേക്ക് പോകുക. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഇനി ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിലേക്ക് വരില്ല. മോഹിക്കാൻ വളരെ സംഭവിച്ചു പോയി. അതെൻ്റെ തെറ്റ്. അത് ഞാൻ തിരുത്തും. ഇനി നിങ്ങളുമായി ഒരു ബന്ധം ഞങ്ങൾക്കില്ല. എനിക്കത് എൻ്റെ മോളെ നോക്കാം. ഞാൻ ജീവിക്കും. അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. അവളെ പൊന്നു പോലെ നോക്കും. അവളുടെ അച്ഛനും അമ്മേനെയും ഞാനായിരിക്കും. എടാ ക്രിസ്റ്റി, ഞാൻ രാവിലെ വിളിച്ചിരുന്നോ? ഇല്ലടാ, ഇന്നലെ പോയതല്ലേ, ഒരു വിവരവും ഇല്ല. ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഇവനെ കുഞ്ഞിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നടാ. എവിടെ നോക്കിയാലും മോൾ അവിടേക്ക് ഇരിക്കുന്നവരെ എനിക്ക് തോന്നുക. എനിക്കൊന്നും സഹിക്കുന്നില്ലടാ. അതേടാ, ഞാനും അവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എന്ത് പറയാനാ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനി നമുക്കൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. ആ, നീ നേരത്തെ എഴുന്നേറ്റോ? ശീലമായി പോയില്ലേ? ദാ ചായ. താങ്ക്സ് ഇവ. ഇവ, നീ ഓക്കെ അല്ലേ? അല്ല, ഞാൻ ഒട്ടും ഓക്കെ അല്ല. എനിക്ക് ജീവിക്കണം. എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം മിലി. എനിക്കിവിടുന്ന് പോകണം. ഞങ്ങളെ അറിയാത്തൊരിടത്തേക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. പക്ഷേ നിങ്ങൾ മാത്രമല്ല, ഞാനും കൂടെ വരും. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ ഇഷ്ടം പോലെ. നീ ഒന്ന് ചാടിക്ക്, ഞാൻ ചെന്ന് മോളെ നോക്കിയിട്ട് വരാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നോയൽ ആ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് പോയില്ല. പുറത്ത് ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അവൻ എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിൽ നോയലിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്തതുകൊണ്ട് ആയും ക്രിസ്ത്യൻ സെക്രട്ടറി ജാക്കിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. ജാക്ക് ആകട്ടെ അവരുടെ നോയൽ സേഫ് ആണെന്നും ഹോട്ടലാണ് സ്റ്റേ എന്നും പറയുന്നു. അതേസമയം ഇവ ആ പഴയ കേഫിൽ മിലിയോടൊപ്പം ജോലിക്ക് കയറുന്നു. അങ്ങനെ 1 വീക്ക് കടന്നു പോകുന്നു. നോയൽ കിങ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിന് വേണ്ടി പാരീസിലേക്ക് പോയി. സാർ, മേ കം ഇൻ? യെസ്, കം ഇൻ. സാർ, 29 ആണ് ഇവന്റ്. ഓക്കേ, കോസ്റ്റ്യൂംസ് എല്ലാം റെഡി അല്ലേ? അതെ സാർ, എല്ലാം സെറ്റാണ്. യു ക്യാൻ ഗോ. So stunning. Jesus, he's so handsome. Check your eyes, Alice. He's mine. Jealous? എനിക്കൊന്നും വേണ്ട എന്റെ ചെക്കനെ. നീനെടുക്കും. എനിക്ക് ബോയ് ഫ്രണ്ട് ഉള്ളതാ. ഫ്ലോറ, look there, Kylie. She's beautiful, right? ഓ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ല. ഇവിടേക്ക് ഇവിടെ ആരാ വിളിച്ചത്? എൻ്റെ ഫ്ലോറ. ഷീസ് എ ആക്ടർ. സോ ഇവർക്കും നമ്മളെ പോലെ ഇൻവിറ്റേഷൻ കിട്ടി കാണും. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നത്. Kylie, you're so beautiful today. You too, man. You look like a queen, the heaven queen. It's my pleasure to share that. ആഹാ, കണ്ടോ എല്ലാവരുടെ അറ്റൻഷൻ നിന്റെ അടുത്താണല്ലോടി. ഒരാളുടെ മാത്രം അറ്റൻഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നോയലായിരിക്കും. അത് പിന്നെ ചോദിക്കാനുണ്ടോ?
എടി നീ നോലിനെ കണ്ടിരുന്നോ? എൻ്റെ മോളെ എന്താ ലുക്കാന്നറിയോ? കണ്ണെടുക്കാനേ തോന്നത്തില്ല. എല്ലാ പെണ്ണുങ്ങളെ കണ്ട് അവൻ്റെ പേരിൽ തന്നെയാ. ഇവർക്ക് എന്തിൻ്റെ കേടാ എൻ്റെ ചക്കനെ മാത്രമല്ല നോക്കാൻ കിട്ടിയത്. ഒരു ദിവസം ഞാൻ എല്ലാ ലോകത്തോടും വിളിച്ച് പറയുന്നത് ഇവൻ എൻ്റേതാണെന്ന്. അതുവരെയുള്ള ഇവളുമാരൊക്കെ ഈ നോട്ടം. എൻ്റെ നോള് എന്തിനാ എന്നെ അവൻ്റെ ഭ്രാന്ത് ഉടിപ്പിക്കുന്നത്? ഏറ്റവും അത് നോണല്ലേ? Just wait. ഏയ് നോയൽ, നീ നമ്മളൊരു ഹാൻസർ ആയിട്ടുണ്ടല്ലോടാ. Oh, really? Oh my god, thank you. നീ ശരിക്കും ബിസിനസ്മാൻ അല്ല ആകേണ്ടത്. What do you mean? നീ റിയലി ഒരു ആക്ടറാണ് ആകേണ്ടത്. നിന്റെ ലുക്ക് വെച്ച് എൻ്റെ മോനെ നീ ആയിരിക്കും ഇൻഡസ്ട്രിയിൽ തന്നെ ഫേമസ് ആക്ടർ. Oh man, stop kidding me. Hi, Noel. Hi. Oh my god. Today you're so stunning, my baby. ബേബി? Yeah. He's my baby, right, Noel? Guys, wait a minute. Aiden, come with me. എടാ, അവർ ശരിക്കും റിലേഷനിലാണോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ ബേബി എന്നൊക്കെ അവനെ വിളിച്ചേ? ഐ തിങ്ക് ദാറ്റ്സ് ട്രൂ. എനിക്ക് തോന്നുന്നു അവർക്ക് പബ്ലിസിറ്റി ആക്കുന്നത് ഇഷ്ടമല്ല, അതായിരിക്കും ഹൈഡ് ചെയ്തേക്കുന്നത്. ഗൈസ്, ലുക്ക് ദേർ. ഇത് നോയിലും കയ്യിലല്ലേ പോകുന്നേ? പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ അവരുടെ. നമുക്ക് വേണം അവരുടെ റൊമാൻറ്റിക് പിക്ക് ആദ്യം പോസ്റ്റ് ചെയ്യാൻ. Flora, look there. അത് കൈലനും നോയിലല്ലേ പോകുന്നേ? What is with him? എല്ലാരും പറയുന്ന പോലെ അവർ ശരിക്കും റിലേഷനിലാണോ? No, that's not true. What do you want, Aiden? Of course you. Stop your nonsense. It's not a nonsense. It's my love. The love towards you, baby. Just stop it, Aiden. First of all, I'm not your baby. Second, I'm married, I have a wife and we have a daughter. No, it's a lie. No, this is true. I'm my husband, also father of my wife's child. Eva, Noel Eva, that's my wife's name. And Nora, that's my daughter name. And the damn stupid shit's here and don't follow me anymore. ഇല്ല, ഇതെല്ലാം കള്ളത്തിലാണ്. He can betray me. He's my Kaylin. Are you crying? No, I'm not. Jeff, 6 o'clock അല്ല ഫ്ലൈറ്റ്. അതെ സാർ. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വന്നാലോ? ഓക്കെ സാർ, വെരി മിനിറ്റ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. Yeah, okay. Wow, what a beautiful place. പെട്ടെന്നാണ് നോയിൽ ആ കാഴ്ച കാണുന്നത്. ഒരു ഫാമിലി, ഫാദർ, മദർ ആൻഡ് ദെയർ ബേബി. ആ കാഴ്ച അവന്റെ ഹൃദയത്തെ മുറുക്കി. പെട്ടെന്ന് അവന് ഇവയും നോറയും ഓർമ്മ വന്നു. അവരുമൊത്തുള്ള നിമിഷങ്ങൾ അവന്റെ ഹൃദയത്തിൽ വന്നുകൂടാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അന്നത്തെ ദിവസം ഓർമ്മ വന്നു. അവന്റെ കുഞ്ഞിനെ പിടിച്ചു തെളിയതും അറിയുന്ന ചെറുപ്പത്തിന് ഇവയെ അടിച്ചതും അവളെ പറയാൻ കഴിയില്ലാതെല്ലാം പറഞ്ഞതും അവൾ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി അവന്റെ മുമ്പിലൂടെ പോയതുമെല്ലാം അവന്റെ കണ്ണിലൂടെ പോയി. അവന്റെ ഹൃദയം വേദനിച്ചു. അവൻ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാർ, ആർ യു ക്രൈയിങ്? Hey, no. സാർ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? Yes, I miss them. Jack, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവർ പോയി, അവൻ്റെ ഉള്ളിലെ എപ്പോഴും എൻ്റെ മുഖം വന്നുകൊണ്ടേയിരിക്കും. അവളുടെ ചിന്തകൾ അവൻ്റെ ഹൃദയങ്ങൾക്ക് കൂട്ടും. അവളില്ലാത്തപ്പോൾ അവൻ അവളെ ഒരുപാട് മിസ് ചെയ്യും. Why? ഇതിനാണ് സാർ നമ്മൾ പ്രണയമെന്ന് വിളിക്കുന്നത്. ദ പ്യുവർ ലവ്. What? Love? യെസ് സാർ, ഇത് പ്രണയമാണ്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ ഇടിക്കും. അവരില്ലാത്തപ്പോൾ നമ്മൾ അവരെ വല്ലാതെ മിസ് ചെയ്യും. ഇതെല്ലാം പ്രണയമാണ് സാർ. അല്ല സാർ, വ്യക്തി ആരാണ്? It's me. What? You sir? But how? It's unexpected. സാറിന് ഗേൾഫ്രണ്ടോ? Hey, Jack. Not girlfriend. Is my wife. സോറി സാർ, ഞാൻ കരുതി സാറിന് ഗേൾഫ്രണ്ട് ആയെന്ന്. സാർ, ഞാൻ കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്ന് കരുതുക. സാർ എങ്ങനെ മേഡത്തെ പരിചയപ്പെട്ടെ? നിങ്ങളെങ്ങനെ മാരേജ് ചെയ്തേ? It's an unexpected marriage. One day I will tell you the story. And a big secret. എനിക്ക് ഒരു മോളും കൂടെ ഉണ്ട്. മോളോ? പക്ഷെ അതെങ്ങനെ? എല്ലാവർക്കും കാണാൻ ബേബി ഉണ്ടായി, അതുപോലെ എനിക്ക് എന്റെ വൈഫിന് ബേബി ഉണ്ടായി. ഐ മീൻ സാറിൻ്റെ മോളെ ഏതാ അന്ന് കൊണ്ടുവന്നെയാണോ? ബട്ട് സാറ് പറഞ്ഞത് അത് കസിൻ്റെ ബേബിയാണെന്നല്ലേ? അന്ന് ഓഫീസിൽ കൊണ്ടുവന്ന അവളാണ് എന്റെ സ്വന്തം മകൾ നോറ. പിന്നെ അന്ന് പറയാത്തത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. സാർ, Shut your mouth, Jack, and come with me. I want to buy a necklace for my wife.
യെസ് സാർ, ഐ ആം കമ്മിങ്. വൈ നോയൽ വൈ? എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തേ? കൈലി, നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്താ. എനിക്ക് നോയൽ ഭ്രാന്താ. നീ മാറിക്ക് വെള്ളി ഞാൻ നിന്നെ കൊല്ലും. മാറ് കൈലി. എടേ, അവൻ പറയുക അവൻ മാറിയിടാണെന്ന്, പിന്നെ ഒരു കുട്ടിയുണ്ടെന്ന്. നീ കൂളാവടാ, ഞാനില്ല നിന്റെ കൂടെ. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറ. ഹേയ്, അവൻ ചുമ്മാ പറഞ്ഞതാ, അങ്ങനൊന്നും കാണില്ല. ഇല്ല, അവൻ തർപ്പിച്ച് പറഞ്ഞോട്. എന്തിനാണ് അവൻ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ അവനെ സ്നേഹിക്കുന്നത്. നീ കരയാതെ, നമുക്കിത് കണ്ടുപിടിക്കാം. അതെ, എനിക്ക് കണ്ടുപിടിക്കണം. ഇതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊന്നുകളയും. ഹിസ് മൈൻ, ഓൺലി മൈൻ. അവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെ, അവൻ നിന്റേത് മാത്രം. എൻ്റെ ഫോൺ ഇവിടെ. ഹലോ ഡേവിഡ്. യെസ് മാഡം. ഒരു വർക്കുണ്ട്. നീ എത്രയും പെട്ടെന്ന് നോയൽ മാരീഡാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നോട് പറയണം. ഓക്കെ മാഡം. നോ, എനിക്ക് എൻ്റെ സത്യം അറിയാതെ ഓക്കെ ആകാൻ കഴിയില്ല. ഇന്ന് ചെന്ന് ഫ്രഷ് ആവുക, കുറച്ച് റിലീവ് കിട്ടും. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവരിവിടെ. ഇവ നോർമളെ, ഇനി പുറത്തെല്ലാം പോയി കാണുമോ? ഇവ സൺഡേ ഫ്രീ ആണോ? അതെ, എന്താടാ? എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിന്നോട് പറയാനുണ്ട്. എന്തിനാ സൺഡേ എന്നൊക്കെ വെക്കുന്നേ? ഇപ്പൊ പറ. ഞാനോ സൺഡേ പറയാം. അതെ, വർക്ക് സമയത്ത് വർക്ക്, അത് കഴിഞ്ഞാകാം സംസാരമൊക്കെ. ഞാനല്ലടി, ദൈവനാ. നിനക്ക് വന്ന് കുറച്ച് ഇളക്കാൻ കൂടിയിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കുക, ഞാൻ പോകുക. അതെ, നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എവിടെയായി? എനിക്കവളെ കിട്ടുമോ? അത് മാറ്റിച്ച അവളെ പെൻഡ്രൈവിലല്ലേ, എങ്ങനെ പോകാനാ? അതുമല്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിന്റെ അർത്ഥം എനിക്ക് അവളെ കിട്ടില്ലെന്നല്ലേ? അങ്ങനല്ല. പിന്നെങ്ങനെ? അത് അച്ഛൻ വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ ഇന്നിവേ ആ പഴയ കേഫ് കണ്ടിരുന്നു. പഴയ കേഫോ? എന്ന് വെച്ചാ ആ മറൈൻ കേഫോ? അവള് പണ്ട് ജോലി ചെയ്തിരുന്ന കേഫ്? അവിടെ തന്നെ, ഒരു ജോലിക്കാരിയായിട്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അവളെ പുറത്തേക്ക് കാണും. അതായിരിക്കും അവളോടൊന്ന് ജോലി ചെയ്യുന്നത്. അത് കൊള്ളാം. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്റെ പണം ആദ്യം അവളെന്റെ കൈ കിട്ടട്ടെ, എന്നിട്ട് തരണ വേണ്ടേ തീരുമാനിക്കാം. അവരോടൊപ്പം ഉണ്ടല്ലോ, അവൻ വന്നെന്ന് തോന്നുന്നു. വാ, നമുക്ക് അകത്തേക്ക് പോകാം. നിങ്ങൾ വന്നോ? എത്ര നേരത്തെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ക്രിസ്റ്റി, ആയോ? നിങ്ങളതിൽ വരില്ലെന്ന് പോന്നേ. എന്ത് വേണം? എന്താണ് എന്താ നിങ്ങൾ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? അയ്യോ, അന്നത്തെ പ്രശ്നം കൊണ്ടല്ലേ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ. I'm sorry ഡാ. ആ ടൈമിൽ എനിക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒറ്റ വിചാരം മാത്രമല്ലായിരുന്നു. അപ്പൊ ഇവ അങ്ങനെയൊക്കെ ചെയ്തപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. I'm sorry ഡാ. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നിനക്ക് ഡീല് കിട്ടിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ഡാ. അല്ല, എവിടെ എന്റെ മോളോ ഇവയും? നിനക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ, പിന്നെ എന്തിനാ അവരെ അന്വേഷിക്കുന്നേ? ഞാൻ സോറി പറഞ്ഞില്ലേ ഇതിന്? പറ, അവരെവിടെ? ഞാൻ എന്റെ മോളെ കാണാതെ എന്തൊരു വിഷമിച്ചെന്നറിയോ? I really miss her. എനിക്കവളെ ഇപ്പൊ കാണണം. മോളോ? ഏത് വാക്കിയത്? നിനക്ക് ശല്യമാവുന്നവരെങ്ങനാ നിന്റെ മോളാകുന്നേ? നിനക്കൊരു കഴിച്ചുമില്ല അവരെ കുറിച്ച് അന്വേഷിക്കാൻ. ക്രിസ്റ്റി, നീ വരുന്നുണ്ടോ? ഞാൻ പോകുക. നീ എന്താ പറഞ്ഞത്? എനിക്കൊരു കഴിച്ചുമില്ലെന്നോ? She's my fucking wife and my daughter. എനിക്ക് എല്ലാ കഴിച്ചുണ്ട്. അവരെവിടെ പോയെന്നറിയാ? പറയടാ, അവരെവിടാ? ഇപ്പോഴാണ് നിനക്ക് വൈഫ് മോളുള്ള കാര്യം അറിവുന്നത്? വന്നേക്കുന്ന അന്വേഷണമായിട്ട് അവർ ചെത്തലും ജീവിച്ചാലും അറിയാനുള്ള ഒരവകാശം നിനക്കില്ല. ഇത്ര നിന്റെ കളി നടക്കും. അവരെ പറയുന്നതെല്ലാം പറഞ്ഞ് അവരെ വേദനിപ്പിച്ചിട്ട് വന്നേക്കുന്നത് നല്ല വിളിച്ചമാനായിട്ട്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ സമയത്ത് ഫ്രസ്ട്രേഷനിൽ പുറത്ത് പറഞ്ഞു പോയതാ, അല്ലാതെ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഞാൻ. ഒരു നിമിഷം ഞങ്ങളും വിശ്വസിച്ചു പോയി. നീ എല്ലാം മറന്ന് അവളെ അംഗീകരിച്ചു തുടങ്ങിയത്. എല്ലാം തെറ്റായിരുന്നു. നീ ആ പഴയ നോൾ തന്നെ. ഇപ്പോഴും നീ നിന്റെ മോളെ ഒരു മിസ്റ്റേക്ക് ആയിട്ടല്ലേ കാണുന്നേ? No, she's not mistake. My life, she's my life. എനിക്ക് എന്റെ ദൈവം തന്ന നീതിയാണ് അവള്.
നിർത്തണം നിന്റെ കള്ളത്തരം. ആരെ കാണിക്കാനാണ് ഇങ്ങനെ അഭിനയിച്ച് കൂട്ടുന്നത്? ഇറ്റ്സ് നോട്ട് ലൈസ്, ഇറ്റ്സ് ട്രൂ. ബിലീവ് മീ, എന്റെ മോളിക്ക് മിസ്റ്റേക്ക് അല്ലടാ. ഞാനന്ന് അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ എന്റെ ഇവയെ പോലും ഇപ്പൊ എന്റെ ഭാര്യയെ കണ്ടു തുടങ്ങി. അവളുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടു തുടങ്ങി. എന്റെ മോളും ഇവ അവരാണ് എന്റെ ലോകം. പ്ലീസ് അവരെവിടെ നിന്ന് പറ, ഞാനൊന്ന് ക്ഷമിക്ക്. ഞങ്ങളോടല്ല സോറി പറയേണ്ടത്, ആ പാവ ഇവയോടാ പറയേണ്ടത്. ഇനി അതിന്റെ ആവശ്യമില്ല. അവളുടെ എന്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമൊട്ട് ഒരിക്കലും വരത്തില്ല, അവളെന്നല്ല അവളുടെ മോളും. നീ എന്താ പറഞ്ഞത്? അവരുടെ ജീവിതത്തിലേക്ക് വരില്ലെന്നോ? ആരും ചോദിച്ചിട്ടാ അവൾ എന്റെ കുഞ്ഞിനെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോയത്? അല്ല, അവളെ ആലോചിച്ചിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. എന്റെ കൂടെ എന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്. എവിടാ അവര്? പറ, എനിക്ക് അവരെ പോയി കൂട്ടിക്കൊണ്ടുവരണം. പറയൂ, അവരെവിടാ? എന്തിനാ ഇനി ഇതിനെ വേദനിപ്പിക്കാനോ? നിനക്ക് വേദനിച്ച മതിയായില്ലടാ. ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ഇനി നിന്നെ അവർക്ക് ആവശ്യമില്ല. അതുപോലെ നീ ആരാടാ? നീ ആരാ? ആരുമല്ലല്ലോ. എന്നാലേ ഞാൻ അവളുടെ ഭർത്താവാ, അവളെന്റെ ഭാര്യയും. അവളെന്റെ കുഞ്ഞിനെ കൂടെ ഇവിടുന്ന് പോയേക്കുന്നേ. അവരെന്റെ കൂടെ ജീവിക്കേണ്ടത്, അതായത് വേറെ ഒരിടത്തല്ല. പറ, എന്റെ ക്ഷമ പരീക്ഷിക്കുന്നവരോടൊന്ന് പറ. എടാ നോയില്ലേ, അവനെ വിടടാ. നിനക്കത് ഭ്രാന്തായോ? യെസ്, എനിക്ക് ഭ്രാന്താ. പച്ചത്തിക്ക് പറഞ്ഞവരോടാണെന്ന്. ഇല്ല, ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. മിലിയുടെ വീട്ടില്. മിലിയോ? അതേതവളാ? അത് അന്ന് ഇവരുടെ കാര്യം പറയാൻ ഓഫീസിൽ ഒരു കുട്ടി വന്നില്ലേ, അതാണ് മിലി. എവിടെയാ വീട്? നമുക്ക് നാളെ പോയി വിളിച്ചോണ്ട് വരാടാ. പറ്റില്ല, ഒരു നിമിഷം പോലും ഞാൻ അവരോട് നിർത്തില്ല. എനിക്ക് അവരെ കാണാം, എനിക്ക് ഇപ്പൊ തന്നെ അവരെ കാണണം. പറ, അവരെ വീടെവിടാന്ന് പറ. ഞാൻ പോയിക്കോളാം, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നുള്ളവരെ. വേണ്ട, ഞാനും കൂടെ വരാം. നിക്ക്, ഞാനും കൂടെ വരുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളെ വിട്ടു പോയത്? ഞാനിനി എന്താ ചെയ്യാ? എന്തിനാ ദൈവമേ ഞങ്ങളിങ്ങനെ പരീക്ഷിച്ച്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത് മിലിയുടെ കുഞ്ഞിന്റെ കരച്ചിലല്ലേ? നോക്കി നിൽക്കുന്നത് പാടാ. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. മിലി, മിലി, എന്താ പറ്റിയേ? ഇവ എവിടെ? അയാൾ കൊണ്ടുപോയി സാർ, അവളെ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയെന്നാ? എന്റെ ഇവയുടെ എന്റെ ഇവയുടെ നിങ്ങളോ? പോ, ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. നിങ്ങൾ ഒറ്റൊരുത്ത കാണാൻ എന്റെ ഇവയ്ക്ക് ഈ അവസ്ഥ വന്നത്. സമാധാനമായില്ലേ? എനിക്ക് സമാധാനമായില്ലേ എന്റെ ഇവയെ കൊലക്ക് കൊടുത്തിട്ട്? മിലി, കൂളാവ്. എന്നിട്ട് ഇവ എവിടെന്ന് പറ. ആദ്യം അയാൾ അവളെ ഒന്ന് കൊണ്ടുപോയി സാർ. പ്ലീസ് സാർ, എന്നിട്ട് കാല് പിടിക്കും, എന്റെ ഇവയെ രക്ഷിക്ക്. മിലി, നീ കരയത് എന്താ സംഭവിച്ചെന്ന് പറ. ഞാൻ പറയാം സാർ. ഹലോ, നിങ്ങളോ? ആരുടെ ചേച്ചിട്ട് എന്റെ വീട്ടിലേക്ക് കയറിയത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. അങ്ങനെ പോകാൻ വന്നതല്ലോ ഞാൻ. എനിക്ക് വേണ്ടത് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ആരാ മിലി വന്നത്? ആരേത്? എന്റെ ഇവ മോളോ? നീ വല്ലാണ്ട് കയറി കൊഴുത്തല്ലോടി. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ നോക്ക്. പോകാം, പക്ഷേ കൂടെ നീയും വരും. ഡോ, മര്യാദയ്ക്ക് നീ വീട്ടിൽ ഇറങ്ങിപ്പോയിക്കോ, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും. നീ ആരെയൊക്കെ വിളിച്ചാലും ഞാൻ ഇവിടെ കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ അതിന് താൻ ഒന്നുകൂടെ ജനിക്കണം. ഈ മിലി അതിനെ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോ. ബോയ്സ്, കം ഹിയർ. എന്താ സാർ? ഇവിടെ കൂട്ടുകാരിനെ കുറിച്ച് ഞാൻ കൊന്നു കളഞ്ഞിക്ക്, എന്നിട്ട് ഇവിടെ പിടിച്ച് വണ്ടി കയറ്. ഓക്കെ സാർ. വേണ്ട, അവരൊന്നും ചെയ്യല്ലേ. ഞാനിവിടെ കാല് പിടിക്കാം, പ്ലീസ്. എങ്ങനെ കരയല്ലട മുത്തേ, ഇനി കാര്യം നമുക്ക് സമയമുണ്ട്. ശരി, അവർക്കൊരു പോറൽ പോലും വെക്കണ്ടെങ്കിൽ എന്റെ കൂടെ വാ. ഞാൻ നമുക്ക് വേണ്ടി മണിയറെല്ലാം റെഡിയാക്കിയിട്ടാ വന്നിരിക്കുന്നേ. എനിക്ക് ജീവനെടുത്ത കാലം നീ അവളെ എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല. ഛീ, ഉണ്ടായിക്കടി. അവൾ കിടന്ന് ചിലയ്ക്കുന്ന കൂടുതൽ ചിലച്ചാണ്ടല്ലോ ഞാൻ കൊന്നു കളയും. ഞാൻ വന്നതേ ഇവിടെ കൊണ്ടുപോകാനാ. കൊണ്ടുപോകാൻ ഞാൻ. ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്റെ ശവത്തി ചവിട്ടിട്ടാണ് നിനക്ക് ഇവിടെ കൊണ്ടുപോകാൻ. ശരി, എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം. ഇവിടെ ഞാൻ കൊന്നു കളഞ്ഞേക്ക്. വേണ്ട, അവളെ ചെയ്യല്ലേ. നിങ്ങളുടെ കൂടെ വരാം, പ്ലീസ്. അവരെ വെറുതെ വിടണം. ഇവാ, അയാൾ കൊല്ലട്ടെ, എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയില്ല. മിലി പ്ലീസ്, ഇതെല്ലാം എനിക്ക് വേറെ വഴിയില്ല. നിങ്ങളുടെ ജീവൻ അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. പ്ലീസ് മിലി, ഈ ഒരു പോക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ മോളെ നീ സ്വന്തം മോളെ പോലെ നോക്കണം. പ്ലീസ് മിലി, എനിക്ക് വാക്കുതാ. ഇവ വേണ്ട, ഇവ ഇങ്ങനെ ചെയ്യില്ല. ഇവ പ്ലീസ്,
നീല നിനക്ക് പറ്റില്ല ഇവ. നിന്റെ മോളെ ഓർത്തെങ്കിലും പ്ലീസ് ഇവ. പ്ലീസ് മേലെ, എൻ്റെ വിധി ചിലപ്പോൾ ഇതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളോട് ഇത് ചെയ്തേ പറ്റും. പ്ലീസ് മേലെ, എൻ്റെ കുഞ്ഞിനെ നീ നോക്കില്ലേ? ഞാൻ നോക്കാം. എൻ്റെ മോളെ പോലെ ഞാൻ നോക്കാം. മതി സംസാരിച്ചത്, വാ നമുക്ക് പോകാം. എൻ്റെ ഇവ മോളെ, നിങ്ങളുടെ കരയല്ലേ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ബാക്കി നമുക്ക് രാത്രി കരയാം. വാ നമുക്ക് പോകാം. സമയം ഇപ്പൊ ഒരുപാട് ലേറ്റ് ആവുന്നു. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലടാ. വാ. മേലെ, ഞാൻ പോകുവാടി. എൻ്റെ മോളെ നന്നായിട്ട് നോക്കണേ മോളെ. അമ്മ പോവാട്ടോ. ഇനി എൻ്റെ മോളുടെ അടുത്തേക്ക് ഈ അമ്മ വരത്തില്ല. എൻ്റെ മോള് നന്നായി വളരണം. ഈ അമ്മയുടെ അനുഗ്രഹം എൻ്റെ മോൾക്ക് എപ്പോഴും കൂടെ കാണാം. അമ്മ പോവാട്ടോ. ഇവ നോറയുടെ മുഖം മുഴുവൻ ചുംബിച്ചു. ഇത് കണ്ട് മിളിക്കാവട്ടെ അവളുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതേസമയം മാത്യു അവളുടെ വിരൽ ആംഗ്യം കാണിച്ചു. ഇവ മനസ്സിലാ മറിച്ചിട്ട് തന്റെ കുഞ്ഞിനെ മിളിക്ക് കൊടുത്ത ശേഷം അവൾ പുറത്തേക്ക് പോയി. ഇവ നിങ്ങളെ വിട്ടു പോകല്ലേ ഇവ. ഏതവനാണ്? എനിക്ക് അവൻ ഇപ്പം കിട്ടണം. അവനെ കൊല്ലും ഞാൻ. എന്റെ പെണ്ണിന്റെ നേരെ എങ്ങാനും തൊട്ടാല് അവരുടെ ദേഹത്തങ്ങനെ മണ്ണ് വീണ ഞാൻ അവനെ ചുട്ടിരിച്ചു കളയും ഞാൻ. അവന്റെ വീടാ എവിടെ നിന്ന് പറ. ഏത് അവനായാലും എന്റെ പെണ്ണിന് നേരെ തൊട്ടാ ഞാൻ അവനെ വെറുതെ വിടില്ല. അയ്യോ, നമ്മുടെ കൃഷ്ണനെ വിളിച്ചിട്ട് ലക്ഷണക്ക് വരാൻ പറ. ഓക്കേടാ. ഇന്ന് അവന്റെ അന്ത്യമായിരിക്കും. നീ എന്നെ കരയല്ല എൻ്റെ പെണ്ണെ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. സ്വത്തും പണവും തുണിയും എല്ലാം ഞാൻ തരാം. പ്ലീസ്, നീ അത് സ്നേഹിച്ചാൽ മാത്രം മതി. ഇല്ല, അത് ഒരിക്കലും നടക്കത്തില്ല. ഞാൻ നിങ്ങൾ വെറുക്കുവാ. നിന്റെ ഇഷ്ടം. ഇപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ട് ഞാനിപ്പോൾ വരാം. നീ ആ ഡ്രസ്സ് എടുത്തിട്ടില്ലേ? ശേ, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു നിന്നെ ആ ഡ്രസ്സിലൊന്ന് കാണാന്. എനിക്ക് പറ്റില്ല. വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഡ്രസ്സൊക്കെ എന്തിനല്ലേ? നീ കുറച്ച് കഴിയുമ്പോൾ എല്ലാം കളയേണ്ടതല്ലേ? ഇല്ല, ഞാൻ നിങ്ങളെ തൊട്ട് സമ്മതിക്കില്ല. അവര് ജീവനോട് ഇരിക്കണമെങ്കിൽ നീ എനിക്ക് വഴങ്ങിയേ പറ്റൂ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. പ്ലീസ്, എന്നെ വെറുതെ വിടണം. വേണ്ട വേണ്ട, എൻ്റെ കാലൊന്നും പിടിക്കണ്ട. എനിക്ക് നിന്നെ തൊട്ടാൽ മാത്രം മതി. നീ വീണ്ടും വന്നല്ലേ? ഇനി നീ ഇവിടുത്തെ ജീവനോട് പോയില്ല. നീ വാ, മര്യാദയ്ക്ക് അടുത്തേക്ക് വന്നോ. ഇല്ലേ നിന്റെ കുഞ്ഞിനെ മറ്റോടെ ഞാൻ കൊന്നു കളയും. സാർ, എന്നെ വിട്ട് പോകല്ലേ. എനിക്ക് പേടിയാ. പ്ലീസ് സാർ, എന്നെ വിട്ട് പോകല്ലേ. ഇവ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ? ഞാനുണ്ട് നിന്റെ കൂടെ. മാറടാ എന്റെ പെണ്ണിന്റെ അടുത്തുനിന്ന്. നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ പെണ്ണിനെ നോക്കാൻ? How dare you? എന്താണ് നിനക്ക് വേണ്ടത്? ഇവളെ ഞാൻ ആദ്യമേ കണ്ടത്. ഇവിടെ എന്റെ പെണ്ണ. നിനക്ക് ശ്രമിച്ച എത്രത്തോളം പെണ്ണുങ്ങളെ കിട്ടും? ഇവളെ ഇന്ന് തന്നേക്ക്. ഇവളെ എനിക്കുള്ളതാ. മാറിയ ഇന്നിവ എനിക്ക് കൊല്ലണം. പിന്നെ എത്ര ധൈര്യമാണ് എന്റെ പെണ്ണുങ്ങളെ കൈവക്കാൻ. നിന്നെ ജീവനം വിളിച്ചടാ. സാർ, മതി പ്ലീസ്. മതിയാക്ക്, അടിച്ചത്ത് പോകും. സാർ പ്ലീസ്. ഇനി മേലെ എന്റെ പെണ്ണിന്റെ നിന്നെ നശിച്ച കൈഭംഗിയാ. നിന്നെ കത്തിച്ച് കളയും. അവളെ തൊടാനും സ്നേഹിക്കാനുള്ള അവകാശം അതെനിക്ക് മാത്രമേ ഉള്ളൂ. ഷീ ഈസ് മൈൻ, ഫുള്ളി മൈൻ.